ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാ ചമ്മന്തിയാണ്. അതിനായി ആദ്യമേ തന്നെ ഒരു വലിയ മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, 2 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 1 കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ജാറിലേക്ക് തട്ടിക്കൊടുക്കാം. അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. നമ്മളിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. മാങ്ങ അരഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്ക് പുളിയും ഉപ്പും ഒക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങ ചമ്മന്തി, വളരെ സിമ്പിളാണ്. ആകെ ഇതിൽ സമയം എടുക്കുന്നത് മാങ്ങ അരിയാനും തേങ്ങ ചിരകാനും വേണ്ടി മാത്രമാണ്. 1 മിനിറ്റ് പോലും എടുക്കില്ല നമുക്ക് ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കി തീർക്കാനായിട്ട്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്